കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ചോദിക്കണ്ടെന്ന് വെച്ചിട്ടാണോ അതോ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ടാണോ? പറ മോളെ, എന്താ മിണ്ടാ നിക്കുന്നേ? ഞാൻ എന്റെ വീട്ടിലായിരുന്നപ്പോ കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഫ്രീ ടൈമില് സംഗീതം പ്രാക്ടീസ് ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. നിനക്ക് നിന്റെ വീണ വേണോന്നുണ്ടായിരുന്നെങ്കിൽ അത് നിന്റെ അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞു കൊണ്ടുവരിക്കായിരുന്നല്ലോ. അല്ലെങ്കിൽ ബോബിയോട് പറഞ്ഞാ അവൻ കൊണ്ടുവരായിരുന്നല്ലോ. അബിയോട് എന്തിനാ പറഞ്ഞത്? അബിയെ നിന്റെ ഭർത്താവായിട്ടാണോ കണ്ടിരിക്കുന്നത് അതോ വേലക്കാരനായിട്ടാണോ കണ്ടിരിക്കുന്നത്? അബിക്ക് എന്തുമാത്രം തിരക്കുണ്ടെന്നറിയോ? അങ്ങനെയുള്ള ഒരാളെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിക്കുന്നത്? സോറി ഇളയമ്മേ. ഏട്ടനോട് എനിക്ക് വീണ വേണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ വീട്ടിൽ പോയി കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേണോന്ന് പറഞ്ഞാ കൊണ്ടുവരണം എന്ന് തന്നെ അർത്ഥം. അബിക്ക് സ്ത്രീകളുടെ മനസ്സ് വേദനിപ്പിച്ച് പരിചയമില്ല. ആരെന്ത് പറഞ്ഞാലും എതിർക്കുന്ന ശീലവും ഇല്ല. ആ നല്ല ഗുണത്തെ നീ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? താലി കെട്ടിയെന്ന് വിചാരിച്ച് അവനെ കൊണ്ട് എന്തു ജോലിയും പറഞ്ഞു ചെയ്യിപ്പിക്കാന്നാണോ? അങ്ങനെ വിചാരിച്ചോണ്ടല്ലേ എടുത്തി ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഏട്ടത്തിയോടൊന്നും പറയണമെന്ന് പോലും ഇവക്ക് തോന്നിയില്ല. മൂത്തവരെ ബഹുമാനിക്കണമെന്ന് ഒരു ചിന്തയില്ല. മോർണിംഗിൽ അച്ഛനാണെങ്കിൽ അഭിയേട്ടനെ പുകഴ്ത്തി. ഇപ്പോ അമ്മ വസുവേട്ടത്തിയെ വഴക്കു പറയാണ്. കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുണ്ടല്ലേ ഏട്ടത്തി? അങ്ങനെ പറയല്ലേ, അതൊക്കെ തെറ്റാ. എന്റെ അടുത്ത് വസു വന്ന് പറഞ്ഞതാ. എനിക്ക് ആ കാര്യം അമ്മയുടെ അടുത്ത് പറയായിരുന്നു. അങ്ങനെയായാലും വസുവേട്ടത്തെ പോലെ ഞാൻ ഒരിക്കലും ആവില്ല. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവും. സംസ്കൃതി ഈവൻസിന്റെ MD ആണ് അഭി. അവന് സമൂഹത്തിൽ എന്തുമാത്രം വിലയുണ്ടെന്നോ, എന്തുമാത്രം ഉന്നതരുമായിട്ട് ബന്ധമുണ്ടെന്നോ, അവരവനെ എന്തുമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്നോ ഇതൊന്നും നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അവനോടൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഞാനും എന്റെ ഭർത്താവും ഒന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോ ഒരു വേലക്കാരനോട് പറയേണ്ട ജോലി നീ അഭിയെ കൊണ്ട് ചെയ്യിക്കുന്നോ? ഇതൊന്നും തീരെ ശരിയല്ല. ഈ വീട്ടിൽ ഇതുപോലത്തെ തെറ്റിന് മാപ്പില്ല. സോറി അമ്മേ. അബിക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ട് മോളെ. ആ നിലയും വിലയും നീ ഉയർത്തിയില്ലെങ്കിലും നീയായിട്ട് അത് ഇല്ലാതാക്കരുത്, കേട്ടല്ലോ? നിനക്കറിയില്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞോ? മനസ്സിലായില്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിക്കോ. അതല്ലാതെ തെറ്റു മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്. ഇനി ഒരു തവണ കൂടി ഇതുപോലെ സംഭവിച്ചാ മാപ്പ് കിട്ടില്ല. ഈ വീട്ടിൽ വേറെയും 2 മരുമകൾ കൂടി ഉണ്ട്. അവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന് കണ്ട് പഠിക്കാൻ നോക്കും. അഭി ക്ഷീണിച്ചിട്ട് വന്നിരിക്കുക. അവൻ എന്തെങ്കിലും കാപ്പിയോ വെള്ളമോ കൊണ്ട് കൊടുക്ക്. സോറി വസു, ഇതിനെല്ലാത്തിനും കാരണം ഞാനാ. അയ്യോ, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്. തെറ്റ് എന്റേതാ. ഒന്നും ചെയ്യാത്തതുകൊണ്ടാ ഭാവന ഏട്ടത്തി വിഷമിക്കുന്നത്. വസുവേട്ടത്തി, വീണയുടെ കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് നേരത്തെ പറയേണ്ടതായിരുന്നു വസു. പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു. ശരിക്കുള്ള കാരണം അതല്ല ഏട്ടത്തി. അഭിയേട്ടനോട് പറഞ്ഞ് വസു ഏട്ടത്തി ആ വീണ ഇവിടെ കൊണ്ടുവച്ചില്ലേ,
അത് തന്നെയാണ് കുഴപ്പം. ഏട്ടൻ അത് എടുത്തിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നീ ചോദിച്ചാ പിന്നെ എന്റെ സഹോദരൻ കൊണ്ടുവരാതിരിക്കോ? അതെ ഏട്ടത്തി, അഭിയേട്ടന് ഏട്ടത്തിയോട് ഒരുപാട് ഇഷ്ടമാണ്. അഖില പോലും എന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നില്ല. എന്താ വസു ഏട്ടത്തി, ഏട്ടത്തിയെ ചില്ലയിപ്പിക്കാൻ ഓരോന്ന് പറയുമ്പോ വീണ്ടും സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മറന്നേക്ക് വസു. പിന്നൊരു കാര്യം, ഇനിയും ഇങ്ങനെയൊന്നും ആവർത്തിക്കാതെ നോക്കണേ വസു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അമ്മയോട് പറഞ്ഞാ മതി. അതെ ഏട്ടത്തി, അമ്മയുടെ ഈഗോ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നെ പോലെ ഹാപ്പി ആയിട്ടിരിക്കാം. നിനക്കുള്ള അത്രയും ബുദ്ധിയൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല മോളെ. അത് വേണം ഏട്ടത്തി. സമാധാനമായി ജീവിക്കാൻ കുറച്ച് ബുദ്ധിയൊക്കെ വേണം. പക്ഷേ അതിബുദ്ധിയും ചിലപ്പോ ആപത്താവും മോളെ. ആ, ഏട്ടത്തി, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. വസു, അബി ഇപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നീ വേഗം കോഫി ഇട്ടുണ്ട് ചെല്ല് വസു. എല്ലാം വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്താടാ ഇത്? കുറച്ചു നേരത്തെ എന്നെ ഡ്രൈവറാക്കി, ഇപ്പൊ കൂലിയാക്കി മാറ്റാന്ന് വിചാരിക്കുവല്ലേ? ഏട്ടനല്ലേ വണ്ടി ഓടിച്ചു വന്നേ, ഇതും കൂടി ഒന്ന് ചെയ്യേട്ടാ. ഈ ഡയലോഗ് നടത്തിട്ട് ഒരു കാര്യമില്ല. പ്ലീസ് വല്ലേട്ടാ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യ. നീ സ്നേഹത്തോടെയൊന്നും അല്ല ചോദിക്കുന്നേ, ഇച്ചിരി അഹങ്കാരം കൂടുതലാ നിനക്ക്. ലോങ് ബാക്ക് ഇതേ സഹായം നിന്നോട് ചോദിച്ചപ്പോ നീ എന്താ എന്നോട് പറഞ്ഞേ? ഡാഗിലെ, ഈ ലഗേജൊക്കെ ഒന്നകത്ത് വെച്ചേടാ. ഒന്ന് പോയേട്ടാ. സ്വന്തം അനിയനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ തന്നെ ഏട്ടന്റെ ജോലി ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഇത് നിന്റെ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ലഗേജ് ആടാ. അതിനിപ്പോ എന്താ? ഏട്ടന്റെ ലഗേജ് ഏട്ടൻ തന്നെ അങ്ങ് ചുമക്കണം. അത് വല്യേട്ടന് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? മറന്നു പോവാനായിട്ടെ അങ്ങനെ മധുരമുള്ള ഓർമ്മയൊന്നും അല്ല, കയ്പുള്ള ഓർമ്മയായത്. അതൊന്നും മനസ്സിൽ വയ്ക്കില്ലേ ഏട്ടാ? ഫോട്ടോ ഫ്രെയിം ചെയ്ത പോലെ വച്ചേക്കാടാ. അന്ന് നീ എന്താ പറഞ്ഞേ? ചേട്ടന്റെ വൈഫിന്റെ ലഗേജ് ചേട്ടൻ തന്നെ ചുമക്കണോന്നല്ലേ? എന്നാ ഇന്ന് നിന്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഗേജ് ഞാൻ ചുമക്കണോ അല്ലേ? നെവർ. എന്നോട് അമ്മായിച്ചന്റെ വീട്ടിലേക്ക് ചെല്ല്, അവളുടെ അമ്മ എന്തോ തരുമെന്നും അത് വാങ്ങിച്ചോണ്ട് ചെല്ലാനും പറഞ്ഞു. ഞാൻ വിചാരിച്ചു സ്വർണ്ണ മോതിരോ ഡയമണ്ട് നെക്ലസോ ആയിരിക്കുമെന്ന്. എന്നെ ഇങ്ങനെ എടുക്കാൻ വയ്യാത്ത ലഗേജ് ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അവൾ എനിക്ക് പണി തന്നെയാ. ഭാര്യമാരുടെ കാര്യം അപ്രതീക്ഷിതമാടാ. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞാ ഭ്രാന്ത് പിടിക്കുമെന്ന് പറയുന്നേ. ഇപ്പൊ നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? സോറി ഏട്ടാ, ഇന്ന് ഒരു തവണ ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. നിന്റെ ചേട്ടത്തിയോട്ട് ചേർന്ന് എന്നെ ഇനി പഴയതുപോലെ കളിയാക്കാൻ വരുമോ നീ? ഞാനിനി വാ പോലും തുറക്കില്ല, പ്രോമിസ്. വാക്കെങ്ങനെ മാറ്റിയാറുണ്ടല്ലോ. ഞാൻ ഏട്ടന്റെ അനിയനല്ലേ? അതുകൊണ്ടാണ് എനിക്ക് സംശയം. ഏട്ടന് ഈ അനിയനെ വിശ്വാസമില്ലേ? നിന്നെ വളർത്തി വലുതാക്കി നിന്റെ ചേട്ടത്തിന്റെ സ്വഭാവമായിരിക്കുമല്ലോ. നോക്കേട്ടാ, എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എന്റെ ഏട്ടത്തി ഒന്നും പറയരുത്. ശരി, നടക്ക്. വാ ഏട്ടാ. അമ്മേ. അഖിൽ,
എന്താ ഇതൊക്കെ? കാർത്തിക കൊണ്ടുവരാൻ പറഞ്ഞതാ. അവളുടെ വീട്ടിൽ നിന്ന് വരിക. വേഗം അകത്തേക്ക് കൊണ്ടുപോ. എന്താ ഏട്ടത്തി? അയ്യോ, പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുപോകാൻ. എന്താ കാര്യം? അത് അഖിൽ, എന്താ ഇത്? ഈ കാര്യം എത്രയും പെട്ടെന്ന് കാർത്തികയെ അറിയിക്കണം. നിന്നോടാ ചോദിച്ചത് അഖിൽ, പറയേ. അത് അമ്മ, പിന്നെ ഇത് കാർത്തികേ, കാർത്തികേ, ഈ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് ആന്റി? നീ എന്താ ചെയ്യണ്ടേടി? അവിടുത്തെ കാര്യം ആകെ കൊള്ളായിരിക്കുക. നീ ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരുന്നോ? എന്ത് പറ്റി ആന്റി? അഖിലിനോട് നീ എന്തെങ്കിലും പറഞ്ഞോ? ആ, എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അയ്യോ, മൊത്തം നശിപ്പിച്ചില്ലോടെ നീ. ഇന്ന് തന്നെ നിനക്ക് അവനെ കൊണ്ട് ഇത് ചെയ്യിക്കണായിരുന്നോ? അത് എന്റെ മോം എനിക്ക് വേണ്ടി കുറച്ച് പുതിയ ഡ്രസ് വാങ്ങിച്ചിരുന്നു. അഖിൽ ആ ഡ്രസ് കൊണ്ടുവരുന്നത് അമ്മ എങ്ങാനും കണ്ടോ? കണ്ടോന്നോ? കയ്യോട് പിടികൂടുകയും ചെയ്തു. ഇന്നത്തോട് നിന്റെ കഥ കഴിഞ്ഞടി. അയ്യോ, അയ്യോ ആന്റി, നേരത്തെ വസുവേട്ടത്തേക്ക് വഴക്ക് കിട്ടുമ്പോ ഞാൻ ചിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ ടേൺ ആണോ? എന്തിനാണ് നീ ഈ കാര്യം അവനോട് പറഞ്ഞത്? പാവനേട്ടത്തി എന്നോട് നേരത്തെ പറഞ്ഞതാ, ഇങ്ങനെ ചിരിക്കല്ലേ, നാളെ നമുക്കും ഈ ഗതി വന്നേക്കാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഇന്ന് തന്നെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ആദ്യം അങ്ങോട്ട് ചെല്ല് ചെല്ല്. എന്നിട്ട് നിന്റെ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേ. എന്നിട്ട് ഏറ്റവും കൂടി ഇട്ടോ. ഇല്ലെങ്കിൽ നിന്റെ അമ്മായിയമ്മ വസൂര പറഞ്ഞതിന്റെ മേലെ ആയിരിക്കും നിന്നെ പറയാൻ പോകുന്നത്. വസൂര പറഞ്ഞതിന്റെ മേലെ ആയിരിക്കും നിന്നെ പറയാൻ പോകുന്നത്. അത് മതിയാവോ? ആ, ആദ്യം നീ വാ, വാടി. അതെല്ലാം മതി, നീ വാ, വാടി ഇങ്ങോട്ട് നടക്ക്. ചോദിച്ചത് കേട്ടില്ലേ, പറയൂ അഖിൽ. അത് അമ്മ, പിന്നെ ഇത് എന്താ ഇതെല്ലാം? അമ്മ, ഇതെല്ലാം അത് നിങ്ങൾ എന്താ മനുഷ്യ ചെയ്തത്? എന്തൊക്കെ ഈ കാണുന്നേ? നിങ്ങൾ ഇങ്ങനെ ചെയ്ത അമ്മ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും പറയൂ? ഐ എം സോറി അമ്മേ, ഐ എം വെരി വെരി സോറി. എന്തിനാ മോളെ സോറി പറയുന്നേ? എനിക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് കുറച്ച് നേരം മുൻപ് അമ്മ വിളിച്ച് പറഞ്ഞത്. ഡ്രൈവറിന്റെ കയ്യിൽ കൊടുത്തു വിടാന്നാ പറഞ്ഞത്. ഓക്കേന്ന് ഞാനും പറഞ്ഞു. ഡ്രൈവർ കൊണ്ടുവരുമായിരുന്നല്ലോ. ഇതിനിടയിൽ നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? എന്റെ വീട്ടിൽ പോയി എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നത്? നീ തെറ്റ് ചെയ്തിട്ട് കുറ്റം മൊത്തം അവന്റെ തലയിൽ ചേർത്തുന്നോ? നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിച്ചെന്ന് അമ്മ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ? അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങി തരാന്ന് വിചാരിച്ചോ? എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ കാണിക്കാതെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അമ്മ എന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? ഞാനൊന്നും വിചാരിച്ചില്ല മോളെ. നീ നല്ലൊരു കുട്ടിയാണെന്ന് എനിക്ക് അറിയാവുന്നതല്ലേ മോളെ. ഇവിടെ ചിലരുണ്ട് മര്യാദ എന്താണെന്ന് പോലും അറിയാതെ ഭർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നവർ. നീ അങ്ങനെയൊന്നും അല്ല. സോറി അമ്മേ.
തെറ്റ് ചെയ്തത് അഖിലല്ലേ? നീ എന്തിനാ സോറി പറയുന്നത്? എന്തിനാ അഖിലേ നമുക്ക് പരിചയമില്ലാത്ത ജോലിയൊക്കെ നീ ചെയ്യാൻ പോകുന്നത്? വേലക്കാരൻ ഡ്രൈവേഴ്സും ഒക്കെ ഇല്ലേ ഇവിടെ? ആവശ്യമില്ലാതെ കാർത്തികയുടെ മൂഡ് ഇല്ലാതാക്കല്ലേ. എന്തൊരു അഭിനയ ഇവക്ക്. അഖിൽ, പെണ്ണുങ്ങൾ പറയുന്ന ജോലി ചെയ്യുന്നത് ഇവിടുത്തെ ആണുങ്ങളുടെ ശീലമല്ല. നീയായിട്ട് പുതിയ ശീലവും തുടങ്ങണ്ട. അപ്പപ്പോ എന്നെ അഭിയെ കണ്ട് പഠിക്കേട്ടോ. എന്താ ഇങ്ങേരും കൂടി ഓവർ ആക്ടിങ് ആരംഭിച്ചോ? നീ കരയാതെ മോളെ, വിഷമിക്കേണ്ട. വിഷമിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാമേ? നാണിക്കേട് കൊണ്ട് മരിച്ചാ മതി. കുറച്ചു നേരത്തേക്ക് ആരും എന്റെ മുഖം കാണണ്ട. കാർത്തിക കണ്ടോ അഖിലേ, കാർത്തിക എന്തുമാത്രം സങ്കടപ്പെടുന്നു. ഇനിയെങ്കിലും നീ ശ്രദ്ധയോടെ ഇരിക്കണം. നീ ചെയ്യേണ്ടാത്ത ജോലിയൊന്നും ചെയ്യാൻ നിൽക്കരുത്. അഖിലേ, എന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തോട്ടോ. ഞാൻ കണക്കല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. ഏട്ട എന്താ പറഞ്ഞേ? എടാ അഖിലേ, നിന്റെ സാധനമൊക്കെ നീ തന്നെ കൊണ്ടുപോയിക്കോ, എനിക്ക് പറ്റില്ല. എടാ കൊച്ചുമോനെ, നീ ഇന്നേത് വാക്കിലാടാ എണീറ്റ്? ആരുടെ മുഖമാടാ കണ്ടത്? ഇന്നത്തെ നിന്റെ ദിവസം ശരിയല്ല. ആ എന്താ അനിയൻ കുട്ട? എന്റെ അനിയത്തി പറയാതെ നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്തേ? അവൾ ഓവർ ആക്ടിങ് ചെയ്യാ എടുത്തി. അവൾ എന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ എല്ലാം എന്റെ മേലാക്കി. എന്തായാലും നീ പ്രേമിച്ച് കെട്ടിയതല്ലേ, അപ്പൊ കുറച്ചൊക്കെ അനുഭവിക്കണമല്ലോ. ഞാൻ പ്രേമിക്കുമ്പോ നല്ലതായിരുന്നു എടുത്തി. ഇപ്പൊ അവളുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അനിയൻ കുട്ട, വീണ്ടും അമ്മയുടെ അടുത്തേന്ന് ആ വേണ്ട 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 എടുത്തി, വേണ്ട. എടീ, ഞാൻ കണ്ടോ വസു, കള്ളം ചെയ്താലും ഇങ്ങനെ നിക്കാൻ പഠിക്കണം. നീയും ഞാനും ഒക്കെ എന്തിനു കൊള്ളാം. എവിടെയാ അവള്? I am sorry, Akhil. Sorry, da mone. I am very, very sorry. Please, excuse me, da. നീ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കുറ്റക്കാരനായി. എന്നിട്ട് വന്ന് ഓവർ ആക്ടിങ് ചെയ്യാല്ലേടി? എന്നോട് ക്ഷമിക്കൂ, എന്നെ അടിക്കല്ലേ അഖിൽ. ഞാൻ അടിക്കാൻ കൈ പോലും ഉയർത്തിയില്ല. അത് പിന്നെ നീ എന്നെ അടിക്കൂന്ന് ഞാൻ പേടിച്ചു പോയി അഖിൽ. നിന്നെ എങ്ങനെയാടി അടിക്കുന്നേ? ഞാൻ ചെയ്തത് തെറ്റ് തന്നെ അഖിൽ. എന്നെ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും വെട്ടിക്കൊന്നാലും തെറ്റില്ല. എടി വൃത്തിയിട്ടവളെ, ഓവർ ആക്ടിങ് കാർത്തിക. നിന്റെ പെർഫോമൻസ് ഒക്കെ എന്റെ അമ്മയോട് മതി, എന്നോട് വേണ്ട ഒന്നും. എന്തിനാ അഖിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ ഹനിയല്ലേ. നീ ഒന്നും പറയണ്ട. നിന്റെ വീട്ടിൽ ചെന്ന് ലഗേജ് എടുത്തോണ്ട് വരാൻ നീ അല്ലടി എന്നോട് പറഞ്ഞത്. എന്നിട്ട് മനഃപൂർവ്വം പോയി ഞാൻ എടുത്തോണ്ട് വന്നു അമ്മയോട് കള്ളം പറഞ്ഞു അല്ലേ? അത് പിന്നെ കുറച്ചു നേരം മുമ്പ് വസുവേട്ടെത്തി അഭിയേട്ടനോട് എന്തോ ജോലി പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ വസുവേട്ടെത്തിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓ, അതുകൊണ്ടാണല്ലേ. ബസ്സു എടുത്ത് എനിക്ക് സൈൻ തന്നു. നിനക്ക് എന്താണ് എന്നോട് ഫോൺ ചെയ്ത് പറയാൻ പാടില്ലേ? മറന്നുപോയി അഖിൽ. ഓ, താരാട്ട് നിനക്കും തൊഴി എനിക്കും അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? നീ ആണെങ്കിൽ രാവിലെ ഓഫീസിൽ പോയി ഈവനിങ്ങിലാ വീട്ടിലെത്തുന്നത്. എപ്പോഴും ഞങ്ങളല്ലേ അമ്മയുടെ കൂടെ ഉള്ളത്. അമ്മ എന്നെ വഴക്കു പറഞ്ഞ വസുവേട്ടത്തെ പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മയുടെ കൂടെ പെട്ടെന്ന് അങ്ങ് ചേരാനും പറ്റില്ല. അതുകൊണ്ട് നിന്റെ കംഫർട്ട് സോണിന് വേണ്ടി എന്നെ ബലി കൊടുക്കല്ലേടി? അമ്മ നിന്നെ പറയുന്നത് പോലെ അല്ലല്ലോ എന്നെ വഴക്കു പറയുന്നത് അഖിൽ. ഞാൻ ഹേർട്ടായ അത് നിനക്കല്ലേ ഫീൽ ആവുന്നത്. ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ അഖിൽ? ഒന്ന് പോടി, നല്ല വേഷം കെട്ട്. എല്ലാ ഭാര്യമാരും ഭർത്താവ് സന്തോഷമായിരിക്കാൻ വേണ്ടി
പൂജയും വഴിപാടും ഒക്കെ നടത്തും, വ്രതം പോലും എടുക്കാറുണ്ട്. എന്നാ നീയാണെങ്കിലോ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കുക. ദേഷ്യം വന്നോടാ? വരാണ്ട് പിന്നെ. ദേഷ്യം വരുമ്പോ എന്റെ അഖിലിനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ? ഒന്ന് ഓടി അവിടുന്ന്.